ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താ വിഷയത്തിനായി നമുക്കൊരു വചനം എടുക്കാം. 1 തെസ്സലോനിക്കർ 4-3 വചനം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം. ഒരു ദൈവ പൈതലിൻ്റെ ഒരു ആയുധമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വിശുദ്ധിയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവ പൈതലിനെ സാത്താന് തൊടുവാൻ കഴിയുകയില്ല. സാത്താൻ്റെ ഒരു തന്ത്രങ്ങളും ഒരു വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ നടക്കുകയില്ല. ദൈവം അനുവദിക്കുകയില്ല. ആമേൻ സ്തോത്രം. ഇപ്പോഴത്തെ ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ദൈവം ദാനമായി നൽകിയ ആത്മീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം വിശുദ്ധിയോടുകൂടിയാണ് ജീവിക്കുന്നതെന്നോ പോലും ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അതിന് പ്രാധാന്യം കൊടുക്കുവാനോ സമയമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യരാണ് ലോകപരമായ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ട് ഓടുകയാണ്. അപ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം, അതിൻ്റെ വിശുദ്ധീകരണം. പൊതുവെ ഇപ്പോൾ എന്തില്ല, നമുക്ക് സമയങ്ങളില്ലാത്ത അനുഭവം അല്ലേ. എത്രത്തോളം ഞാൻ ശുദ്ധീകരിക്കുന്നുണ്ട്, നമ്മളെ തന്നെ നമുക്കൊന്ന് ശോധന ചെയ്യുവാൻ കഴിയും. ഈ ഒരു ചിന്തയിലൂടെ നമ്മളെ തന്നെ നിങ്ങളൊന്ന് ശോധന ചെയ്യും. എൻ്റെ ജീവിതം ഞാൻ ശുദ്ധീകരണത്തിലൂടെയാണ് പോകുന്നത്. ഓരോ ദിവസം എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലും ഒക്കെയും വരുന്നത് ഓരോ ദിവസവും കഴിയുമ്പോൾ ഞാനത് രാത്രിയിൽ എൻ്റെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന എത്ര പേരുണ്ട് ഈ ഒരു വീഡിയോ കേൾക്കുന്നവർ. എത്ര ദിവസങ്ങൾ നമ്മൾ ഓരോ തെറ്റ് ചെയ്ത് ഒരു കുറ്റബോധവും ഇല്ലാതെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നു. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണമാണ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ജീവിതത്തിൽ വരുന്നു പോകുന്ന പാളിച്ചകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ദൈവം എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് പോകണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് നമുക്ക് ദാനിയേൽ എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നുണ്ട് നമ്മൾ. അതിൽ 1:8 നമുക്ക് ഇപ്രകാരം വായിക്കുന്നുണ്ട്: രാജാവിൻ്റെ ഭോജനം കഴിക്കണമെന്നൊരു ഉത്തരവ് വന്നു. എങ്കിൽ ദാനിയേൽ എന്ത് ചെയ്തു? ആ രാജാവിൻ്റെ ഭോജനം കൊണ്ട് ആ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും ഞാൻ എൻ്റെ ദൈവത്തോട് എന്ത് ചെയ്യത്തില്ല? അശുദ്ധി കാണിക്കുകയില്ല, അതെന്നെ അശുദ്ധീകരിക്കും, അതുകൊണ്ട് ഞാനത് കുടിക്കുകയില്ല, അല്ലെങ്കിൽ ആ രാജഭോജനം ഞാൻ കഴിക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയമുള്ളവനായിരുന്നു ദാനിയേൽ. അല്ലേ? തന്നെത്താൻ അശുദ്ധനാക്കില്ല. അങ്ങനെയാണ് ദൈവവചനം നമ്മൾ വായിക്കുന്നത്. ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കിയില്ല എന്നൊരു ബോധ്യം, ഒരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു ആർക്ക്? ദാനിയേലിന്. ഈ ദൃഢനിശ്ചയം നമുക്കിപ്പോഴുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ നിങ്ങളൊന്ന് ശോധന ചെയ്തേ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ദൈവത്തോട് അശുദ്ധിയോടുകൂടി ജീവിക്കുകയില്ല എന്ന് എത്ര പേർക്ക് ദൃഢനിശ്ചയം എടുത്തുകൂടാ? ഈ ദാനിയേലിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തുകൂടാ? കർത്താവേ, അങ്ങിൽ നിന്ന് എന്നെ അകറ്റുന്ന ഏത് അശുദ്ധി ആയിക്കോട്ടെ, ഏത് ചിന്തയായിക്കോട്ടെ, ഏത് പ്രവൃത്തി ആയിക്കോട്ടെ, ഞാൻ അത് പ്രവർത്തിക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടെ എത്ര പേർക്ക് ഇനി നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയും? താഴേക്ക് നമ്മൾ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം തന്നെ വായിക്കുമ്പോൾ ലാസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഈ രാജഭോജനം കഴിച്ച ബാലന്മാരെക്കാളും ദാനിയേലിൻ്റെ മുഖം എന്ത് ചെയ്തു? ദൈവം അഴകുള്ളതും മാംസപുഷ്ടിയുള്ളതും എന്ന് കാണുവാൻ ഇടയായി തീർന്നു അല്ലേ. അവിടെ അതിൻ്റെ അവസാനം ദാനിയേൽ വെറും പച്ചവെള്ളവും ശാഖപദാർത്ഥവും കഴിച്ചുകൊണ്ട് ദാനിയേലിൻ്റെ മുഖത്തിൻ്റെ കാന്തിയോ അല്ലെ മുഖഭംഗിയോ ഒന്നും ദൈവം എന്ത് ചെയ്യില്ല? മാറ്റിയില്ല. കാരണം ദൈവത്തിനൊരു വിശ്വസ്തനായ ദൈവം അവനെ കണ്ടു. ദാനിയേലിനെ കാണുവാനിടയായി തീർന്നു. അതുകൊണ്ട് ലാസ്റ്റ് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ പ്രവൃത്തി അവർ കാണുവാനിടയായി തീർന്നു. അതായിട്ടാണ് നമ്മളവിടെ ലാസ്റ്റ്. അതുപോലെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടുകൂടെ നിന്ന ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വിടുതൽ ലഭിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി കൊണ്ടായിരിക്കാം. അതിന് നമ്മൾ ഓരോ ഉപാധികൾ എടുത്തേക്കുക. പിശാച് അത് ചെയ്തേക്കുന്ന സാത്താൻ്റെ പ്രവൃത്തിയാണ്. അത് ചിന്തിക്കുന്ന സമയം കൊണ്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാൻ നോക്ക്. ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ അനുരൂപമായി ജീവിക്കാതെ വണ്ണം, റോമർ 12:1 നമ്മൾ വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കാതെ വണ്ണം അല്ലേ. നമ്മളെല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണത്. അപ്പം നമ്മുടെ ആത്മീയ ജീവിതം ശുദ്ധീകരണം കൂടെ ജീവിക്കണം. ശുദ്ധീകരിച്ച് ജീവിക്കണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ ഒരു ദിവസത്തിൻ്റെ അവസാനം ദൈവസന്നിധിയിൽ ഏറ്റുപറയുക. ദൈവവചനം നമ്മൾ സദൃശ്യവാക്യം 28:13 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ലംഘനങ്ങളെ ഏറ്റുപറയുന്നവൻ എന്ത് കിട്ടും? കരുണ ലഭിക്കും. അത് മറച്ചു വെക്കുന്നവൻ എന്ത് വരത്തില്ല? ശുഭം വരികയില്ല. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞവൻ എന്ത് വരും? കരുണ ലഭിക്കും.
അതുപോലെ തന്നെ നമുക്ക് 1 യോഹന്നാൻ 1:7 അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ എന്ത് ചെയ്യുന്നു? മോചിപ്പിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ അവനോൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എന്ത് ചെയ്യുക? ഏറ്റുപറയുക. ദൈവത്തിൻ്റെ രക്തത്താൽ നമ്മളെ ദൈവം എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. നമ്മളെ നിത്യജീവനിലേക്ക് ദൈവം എന്ത് ചെയ്യും? നമ്മളെ ഓരോ ദിവസവും ശുദ്ധീകരിച്ച് ദൈവത്തോട് അടുക്കുവാൻ ഇടയായി തീരും. നിത്യജീവനിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ശുദ്ധീകരണം. നമ്മുടെ ശുദ്ധീകരണം ഒരിക്കലും, ഒരു വിശുദ്ധിയുള്ള ജീവിതം ഒരിക്കലും ഒരു സൺഡേ എന്ന ദിവസം കൊണ്ട് ഒതുങ്ങിപ്പോകരുത്. ഞായറാഴ്ച ചർച്ചിൽ പോകുന്നു, വെള്ള ഉടുപ്പിടുന്നു, ചർച്ചിൽ, ഇതായിരിക്കരുത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവൻ അവസാനം വരെയും ഒരു യഹോവ പൈതൽ എന്താണ്? ശുദ്ധിയുള്ളവനാകണം. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ എൻ്റെ ദൈവത്തോട് ദാനിയേൽ നിന്നതുപോലെ ഒരു യഹോവ ഭക്തന് ദൃഢധൈര്യം ഒന്ന് സദൃശവാക്യം നമ്മൾ വായിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ദൈവത്തിന് അശുദ്ധമായതൊന്നും ചെയ്യുകയില്ല, തൊടുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടെ നമുക്ക് ജീവിക്കാം. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ എന്ത് ചെയ്യും? ഓരോ ദിവസവും അത് ദൈവത്തോട് അടുപ്പിക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.